വളരെ പ്രധാനപ്പെട്ട തീരുമാനം വരുന്നു അനുമോദ്. വധശിക്ഷ തന്നെ പ്രതിക്ക്, വധശിക്ഷ തന്നെ, തൂക്കുകയർ തന്നെ ചെന്താമരയ്ക്ക് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശിക്ഷാവിധി പുറത്തു വരുന്നു. ചെന്താമരയ്ക്ക് വധശിക്ഷ നമ്മൾ പ്രതീക്ഷിച്ചു അനുമോദ്. പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം ശരിവെച്ച് അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിലയിരുത്തിയ കോടതിയോട് വലുത തൂക്കുകയർ തന്നെ. ഇരട്ടക്കൊല നടത്തിയ പോത്തുണ്ടിയിലെ ഇരട്ടക്കൊല നടത്തിയ ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ വിധിക്കുന്നു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി എന്ന പ്രധാനപ്പെട്ട തീരുമാനം വധശിക്ഷ തന്നെ. കൊടും ക്രൂരനാണ്, ഇനി ഒരു തിരിച്ചുവരവും മാനസാന്തരവുമില്ല. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷ തന്നെ നൽകണം, തൂക്കുകയർ തന്നെ നൽകണം. എന്നാൽ മാത്രമേ ഈ കേസിൽ നീതി ഉണ്ടാവുകയുള്ളൂ എന്ന കോടതിയുടെ വിലയിരുത്തൽ, പ്രോസിക്യൂഷന്റെ വാദം അതൊക്കെ ശരിവെക്കുന്നു കോടതി. അങ്ങനെയാണ് വധശിക്ഷ എന്ന തീരുമാനത്തിലേക്ക് വരുന്നത്. അനുമോദ്, ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം തൂക്കുകയർ ചെന്താമരയ്ക്ക് എന്നതാണ്. തീർച്ചയായും ചെന്താമരയ്ക്ക് തൂക്കുകയറുന്ന വിധി ഇതാ വന്നിരിക്കുന്നു. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 4 ജഡ്ജി കെന്നത്ത് ജോർജ് ആണ് ഈ കേസിൽ വിധിച്ചിരിക്കുന്നത്. പ്രതിക്ക് വധശിക്ഷ എന്ന വിധിയിലേക്ക് എത്തിയിരിക്കുന്നു. അപൂർവങ്ങളായുള്ള കേസാണെന്ന് ഇത് കണ്ടെത്തി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങളെല്ലാം അംഗീകരിച്ചുകൊണ്ട് പ്രതിക്ക് വധശിക്ഷ നൽകുമെന്ന് കോടതി ഇതാ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഏറ്റവും വലിയ ശിക്ഷ നൽകാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷയാണ് ചെന്താമരയ്ക്ക് നൽകാൻ പോകുന്നത്. അതായത് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് ഇയാൾ ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. കൊലപാതകത്തിന് ശേഷം കുറ്റബോധമില്ല, അയാൾ ഇനിയും കൊല്ലുമെന്ന് പറയുന്നുണ്ട്. സമൂഹത്തിന് ഭീഷണിയാണ്, കുടുംബത്തിന് ഭീഷണിയാണ്. കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്. മനപരിവർത്തനം നടത്താനുള്ള ഒരു സാധ്യത അയാളുടെ കാര്യത്തിൽ കാണുന്നില്ല. അയാൾക്ക് പ്രായത്തിന് ആനുകൂല്യം നൽകേണ്ടതില്ല. അതേപോലെ തന്നെ നിയമസഹായവേദി നൽകിയ റിപ്പോർട്ടിലുള്ള അനുകൂല പരാമർശങ്ങൾക്ക് നൽകേണ്ടതില്ല. അയാൾക്ക് മാനസിക സമ്മർദ്ദമില്ല. അയാൾ കൃത്യമായിട്ട് കൊലപാതകം കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒപ്പം 30 ലക്ഷം രൂപ ഇയാൾ പിഴ അടയ്ക്കണമെന്നും കോടതി വിധിക്കുന്നുണ്ട്. അതായത് നിർണായകമായ വിധി വന്നിരിക്കുന്നു. സജിത്ത്, ചെന്താമരയ്ക്ക് നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ വധശിക്ഷ വിധിച്ചിട്ടുണ്ട്. 20 ലക്ഷം രൂപയാണ് ഇയാൾ ഈ ശിക്ഷയ്ക്ക് പുറമെ ഈ പിഴയായിട്ടും നൽകേണ്ടതെന്നും കോടതി വിധിച്ചിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വിധി വന്നിരിക്കുന്നു. ചെന്താമരയ്ക്ക് തൂക്കുകയർ വിധിച്ചിരിക്കുന്നു. നെന്മാറ ഇരട്ട കൊലപാതക കേസിൽ നൽകാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ നൽകിയിരിക്കുന്നു. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് കോടതി വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അപൂർവങ്ങളായ കേസായി ഇതിനെ കണ്ടിട്ട് ശിക്ഷാവിധി വിധിച്ചിരിക്കുന്നു. അതെ, കൃത്യമായ വിധി വന്നിരിക്കുന്നു. ആ കൊടുംക്രൂരന്, നെന്മാറയിലെ ഇരട്ട കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ഒരു കുടുംബത്തിലെ 3 പേരെ കൊന്ന കൊടുംക്രൂരനെ ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ കോടതി വിധിച്ചിരിക്കുന്നു. ചെന്താമരയ്ക്ക് തൂക്കുകയറുന്ന വിധി, അന്തിമ വിധി വന്നിരിക്കുന്നു. സജിത്ത്, പ്രതീക്ഷിച്ചതുപോലെ ഈ കേസിൽ ലഭിക്കാവുന്ന അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് പരിഗണിച്ചുകൊണ്ട് ഏറ്റവും ശക്തമായ, ഏറ്റവും പ്രാധാന്യമുള്ള വിധി വരുന്നു പ്രോസിക്യൂഷന് അനുകൂലമായി. പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും ശരിവെച്ചുകൊണ്ട് ചെന്താമരയ്ക്ക് തൂക്കുകയർ. ചെന്താമര ഇനി മുന്നോട്ട് പോയിക്കൂടാ, ജീവിച്ചിരുന്നുകൂടാ എന്ന വധശിക്ഷ കോടതി വിധിക്കുമ്പോൾ അത്ര കണ്ട് കൊടും ക്രൂരതയാണ് ഇയാൾ നടത്തിയത്. ഇനി തിരിച്ചുവരവിന് ഒരു വഴിയുമില്ല. ആ സാധ്യതകളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് സാധാരണ കോടതി വിധി ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോൾ അതുമില്ല. 20+10 ഇങ്ങനെ 30 ലക്ഷം രൂപയാണ് ഇയാൾ അടയ്ക്കേണ്ടതെന്നാണ് മനസ്സിലാവുന്ന കോടതി വിധിയിൽ നിന്നും. അത് സുധാകരൻ്റെയും സജിതയുടെയും മക്കൾക്ക് നൽകേണ്ട സഹായമായി കൂടിയായിരിക്കാം കോടതി പറയുന്നതിൻ്റെ വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, ഈ കേസിൽ ലഭിക്കാവുന്ന ഏറ്റവും പരമാവധി ശിക്ഷ വിചാരണ കോടതിയിൽ നിന്നുണ്ടാകുമ്പോൾ കേസ് കൃത്യമായി ഫ്രെയിം ചെയ്തിട്ടുണ്ട്, തെളിവുകളുണ്ട്. അത് അതേ രീതിയിൽ കോടതി അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ചെന്താമര ഒരു കൊടും ക്രൂരനായിരുന്നു എന്ന കാര്യം നാട്ടുകാരും ആ കുടുംബവും പറയുന്നതല്ല, കോടതിക്ക് കൂടി ബോധ്യപ്പെടുന്നു. അതാണ് ഈ ഒരു ശിക്ഷ ഇങ്ങനെ ഉണ്ടാവുന്നതിന് കാരണം. ആദ്യ കേസിലെ ഇരട്ട ജീവപര്യന്തമടക്കം കോടതി പരിഗണിച്ചു എന്നുകൂടി മനസ്സിലാക്കണം. ഇയാൾ കൊടും ക്രൂരനാണ് എന്ന വിലയിരുത്തലിലേക്ക് കോടതി എത്തുന്നതിന് കാരണം കൂടി അതുകൂടിയായി മാറിയിരിക്കുന്നു എന്ന് കരുതാം. വധശിക്ഷ വിധിക്കുന്നു. ചെന്താമര കോടതിയിൽ പ്രതികരിക്കുമോ? ഇതുവരെ കൂസലില്ലാതെ നിലകൊണ്ടിരുന്ന ചെന്താമര ഈ ശിക്ഷാവിധിയോട് എന്ത് പ്രതികരണം നടത്തും? മാധ്യമങ്ങളോട് മൈക്കിന് മുന്നിൽ എന്തെങ്കിലും പറയുമോ? അല്ലെങ്കിൽ എന്താണ് അവസാനമായി പറയാനുള്ളത് എന്ന ചോദ്യമുണ്ടാകുമ്പോൾ എന്താണ് ചെന്താമര കോടതിയോട് പറഞ്ഞിട്ടുണ്ടാവുക എന്ന കാര്യം കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു കേരളം. എന്താണ് ചെന്താമര എന്ന കൊടും ക്രൂരന് ഇതുവരെയും ഒരു കുറ്റബോധവുമില്ല എന്ന തൻ്റെ തികഞ്ഞ ബോധ്യത്തിലാണ് താൻ കൊല നടത്തിയത് എന്ന് ഏറ്റുപറയുന്ന ചെന്താമര ഈ ശിക്ഷാവിധിയോട് എന്ത് നിലപാടെടുക്കുമെന്ന ചോദ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കാര്യം കൂടിയാണ് നമ്മൾ അറിയാനിരിക്കുന്നത്. എന്താണ് ചെന്താമരയ്ക്ക് പറയാനുള്ളത് എന്ന കാര്യം കൂടിയുണ്ട്. അനുമോദ്, കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയായോ? ചെന്താമരയെ എപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരും?
സജിത്ത്, കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ചെന്താമരയുടെ ഭാഗത്ത് നിന്നും ഈ വിധിയിൽ എന്ത് പ്രതികരണം കോടതിയിൽ ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. ഇയാൾ ഇതുവരെ പ്രതികരിച്ചതായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അപൂർവങ്ങളായിട്ടുള്ള കേസായി ഇത് പരിഗണിച്ച് കോടതി നൽകാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ ചെന്താമരയ്ക്ക് നൽകി എന്നുള്ളതാണ്. അതായത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ച് പ്രതിഭാഗത്തിന്റെ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ട് കൃത്യമായ ഒരു വിധിയിലേക്ക് ആ കോടതി എത്തുന്നു. അത് ചെന്താമരയ്ക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകാനുള്ള വിധിയായിട്ട് വന്നു. ഇയാൾ പ്രതികരിച്ചിട്ടില്ല ഈ ഒരു വിധിയോട് കോടതിക്കുള്ളിൽ നിന്ന് എന്നാണ് നമുക്ക് അറിയാനാകുന്നത്. വിധിയോട് അയാൾ പ്രതികരിച്ചിട്ടില്ല. എന്തായിരിക്കും ചെന്താമരയുടെ ഭാഗത്തുള്ള പ്രതികരണം എന്നുള്ളതാണ് അറിയാനുള്ളത്. മാധ്യമങ്ങളോട് അയാൾ പ്രതികരിക്കാനുള്ള സാധ്യത മുൻപൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഈ സമയത്ത് ഏറ്റവും വലിയ ശിക്ഷ, തന്റെ ജീവൻ എടുക്കാനുള്ള കോടതി വിധിയോട് ചെന്താമര എന്ത് പ്രതികരണം നടത്തുമെന്നുള്ളതും ഇനി അറിയാനുണ്ട്. ഒപ്പം തന്നെ ഇത് എല്ലാ തരത്തിലും അപൂർവങ്ങളായ ഒരു കേസാണെന്ന് കോടതി കണ്ടെത്തുന്നു. ഈ ഒരു കേസിന്റെ ചരിത്രം കോടതി പരിശോധിക്കുന്നു. മുൻപത്തെ കൊലപാതകം, അതിലേക്ക് നയിച്ച കാരണങ്ങൾ, അതിന്റെ തുടർച്ചയായിട്ടാണ് ഈ 2 കൊലപാതകങ്ങളെന്ന് കോടതി നിരീക്ഷിക്കുന്നുണ്ട്. അതായത് ഇതെല്ലാം ചെയിൻഡ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഒന്നിന്റെ മറ്റൊന്നിന് തുടർച്ചയായിട്ടാണ് ഇത് സംഭവിച്ചത്. ആകസ്മികമായിട്ടുള്ള ഒന്നല്ല, ആസൂത്രിതമായിട്ടുള്ള ഒന്നാണെന്ന് കോടതി നിരീക്ഷിക്കുകയാണ്. കൃത്യമായ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും എല്ലാം ഈ ഒരു കൊലപാതകത്തിൽ ചെന്താമരയ്ക്ക് എതിരെയാണ് ഉള്ളത്. കൃത്യമായിട്ട് ഇയാൾ കൊല്ലണമെന്ന പദ്ധതിയിട്ടിരുന്നു. അതിന് ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇയാൾ ഇവിടേക്ക് എത്തുന്നു. തുടർന്ന് സമയം നോക്കി, തക്ക നേരം നോക്കി ഇയാൾ കൊല്ലുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം വന്നിരിക്കുന്നത് 20 ലക്ഷം ആണ് പിഴയായിട്ട് നൽകേണ്ടത്. അത് സുധാകരന്റെ മക്കളായ അഖിലയ്ക്കും അതുല്യയ്ക്കും നൽകണമെന്നാണ് കോടതി ഭാഗത്ത് വിധിന്യായം വന്നത്. അത് നൽകിയില്ലെങ്കിൽ 3 വർഷം കൂടി തടവ് അതിനും ലഭിക്കും. ഇതെല്ലാം ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെങ്കിലും വധശിക്ഷയ്ക്ക് മുകളിലാവില്ല ഇതൊന്നും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ ശിക്ഷാവിധി നടപ്പാക്കുന്നതല്ല, ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷ വിധിക്കുക എന്നതിലാണ് പ്രധാനമായിട്ടിരിക്കുന്നത്. സമൂഹത്തിന് ഒരു ബാധ്യതയാണ്, സമൂഹത്തിന് ഒരു പേടി സ്വപ്നമാണ്, ആ കുടുംബത്തിന് ഒരു പേടി സ്വപ്നമാണ് ഇയാളെന്നിരിക്കെ സ്വാഭാവികമായിട്ടും